പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എൻ്റെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? കോട്ടയം ജില്ലയിലേക്കാണ്. കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അതായത് കോട്ടയത്ത് നിന്നും ഏകദേശം 7-8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലം. നമ്മുടെ വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മദിനത്തിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചെന്നെത്തുന്നത്. വളരെ യാദർച്ഛികമായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്രയായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണ് അവിടെ കാണാനുള്ളതെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും നിറയെ പൂക്കളും. ആദ്യമായാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് കേട്ടോ. പലപ്പോഴും കോട്ടയം റൂട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കുടമാളൂർ സ്ഥലത്തെത്തുമ്പോൾ ഈ ഒരു ബോർഡ് കാണും, വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹം എന്ന് പറയുന്ന ബോർഡ്. അപ്പോൾ പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഒന്ന് അവിടേക്ക് പോകണമെന്ന് കേട്ടോ. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഇന്നായിരുന്നു കേട്ടോ എനിക്കതിനൊന്ന് ഒത്തത്. നിങ്ങൾ ഇവിടെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പോയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അൽഫോൻസാമയുടെ ജന്മഗൃഹം. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇവിടെ സന്ദർശിക്കാനുള്ള സമയം. ജന്മഗൃഹം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു പുതിയ ബിൽഡിംഗ് അതിന് ചുറ്റുമായിട്ട് അവർ പണിത് തീർത്തിട്ടുണ്ട് കേട്ടോ. അൽഫോൻസാമയുടെ ലൈഫിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ചുവരുകളിലുണ്ട്. നിരവധി വിവരങ്ങൾ അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ ജനലുകളും വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1910 ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ കുട്ടിയായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ ജനിച്ചത്. ജനനം പോലും വളരെ കഷ്ടതകൾ നിറഞ്ഞായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാത്തിനെയും നേരിടുന്നവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമ കിടന്ന കട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഈ കട്ടിലായിരുന്നു അൽഫോൻസാമ കിടന്നിരുന്നത്. അൽഫോൻസാമ ജനിച്ച മുറിയായിരുന്നു കേട്ടോ ഇത്. വിശുദ്ധ അൽഫോൻസാമയുടെ മരണസമയത്തുള്ള ഫോട്ടോയോ അവിടെ ഉണ്ട് കേട്ടോ, നമുക്കത് കാണാൻ സാധിക്കും. ഇനി ആ വീടിൻ്റെ ഉൾവശമാണിത്. അൽഫോൻസാമയുടെ ഒരു ഫോട്ടോയും അവിടെ നമുക്കുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് കേട്ടോ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിനുള്ളിലുള്ള കാഴ്ചകൾ. ഇനി പുറമേ ഉള്ളത്, പുറമേ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ചാപ്പൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നില്ലേ പൂന്തോട്ടം ഉണ്ടെന്ന്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു നല്ലൊരു പൂന്തോട്ടമാണ് കേട്ടോ. നിറയെ പൂക്കൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അൽഫോൻസാമേൻ്റെ ഒരു രൂപവും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. പൂന്തോട്ടത്തിനിടയിൽ അൽഫോൻസാമയുടെ ജന്മഗൃഹം കാണാൻ പറ്റി കേട്ടോ. അതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.